രാജ്യത്തിന്റെ യശസ്സുയർത്തിയ ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 131 പതിപ്പ് ആരംഭിച്ചത്. ഭാവിയിൽ ലോകം AIയുടെ ശക്തി എങ്ങനെ ഉപയോഗിക്കുമെന്നതിൽ ഒരു വഴിത്തിരിവാണ് ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി 2026 എന്ന് അദ്ദേഹം പറഞ്ഞു. AI की शक्ति का उपयोग दुनिया किस प्रकार करेगी, इस दिशा में यह समिट एक टर्निंग पॉइंट साबित हुआ. साथियों, समिट में मुझे वर्ल्ड लीडर्स और टेक CEO से मिलने का भी अवसर मिला. AI समिट की एग्जीबिशन में मैंने वर्ल्ड लीडर्स को ढेर सारी चीजें दिखाई. മൃഗങ്ങളുടെ ചികിത്സയ്ക്ക് AI നമ്മെ എങ്ങനെ സഹായിക്കുന്നുവെന്ന അമുലിന്റെ ബൂത്തും AIയുടെ സഹായത്തോടെ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങൾ, അറിവുകൾ, കയ്യെഴുത്തുപ്രതികൾ എന്നിവ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്നതും ലോക നേതാക്കളെ അത്ഭുതപ്പെടുത്തിയതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ICC പുരുഷ 2020 ലോകകപ്പിൽ വിവിധ രാജ്യങ്ങൾക്കായി കളിക്കുന്ന ഇന്ത്യൻ വംശജരായ കളിക്കാരെക്കുറിച്ചും പ്രധാനമന്ത്രി വാചാലനായി. കേരളത്തിന്റെ നോവായി മാറിയ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറീൻ എബ്രഹാമിനെ ശ്രീ മോദി അനുസ്മരിച്ചു. ആലിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള മാതാപിതാക്കളുടെ തീരുമാനം വരും തലമുറകൾക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. आलिन के पिता अरुण अब्राहम और मां शेरिन ने एक ऐसा फैसला लिया जिससे हर देशवासी का हृदय उनके प्रति सम्मान से भर गया है. उन्होंने आलिन के अंगदान का फैसला किया. इस एक फैसले से पता चलता है कि उनकी सोच कितनी बड़ी है और व्यक्तित्व कितना विशाल. एक तरफ वे अपनी बच्ची को खोने के शोक में डूबे थे, तो वहीं दूसरों की मदद का भाव भी उनमें भरा था. കേരളത്തിലെ മറ്റ് സവിശേഷതകളും ശ്രീ മോദി ഊന്നി പറഞ്ഞു. തൃശൂർ ജില്ലയിൽ 570 ഇനം നെൽകൃഷി ചെയ്യുന്ന ഗ്രാമത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. തിരുനാവായയിലെ കേരള കുംഭമേളയുടെ വിജയകരമായ സംഘാടനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പ്രതിപാദിച്ചു. തമിഴ്നാട്ടിലെ ജനപ്രിയ നേതാവായിരുന്ന ജയലളിതയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അവർ നടത്തിയ നിരവധി പ്രശംസനീയമായ ശ്രമങ്ങളെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. പരീക്ഷാ പേ ചർച്ച, ബാങ്കിലെ KYC അപ്ഡേറ്റ്, സാമ്പത്തിക സാക്ഷരതാ ക്യാമ്പയിൻ, രാഷ്ട്രപതി ഭവനിലെ രാജാജി ഉത്സവ് എന്നിവയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഉത്സവങ്ങളിൽ നിന്ന് വിദേശ വസ്തുക്കളെ അകറ്റി നിർത്താനും സ്വദേശിയെ സ്വീകരിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പുണ്യ റമദാൻ ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 131 പതിപ്പ് ഉപസംഹരിച്ചത്.